തിരഞ്ഞെടുപ്പ് കാലമായാൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങൾ ഇറക്കുന്നത് പതിവാണ്. സ്വയം പുകഴ്ത്തിയും എതിരാളിയെ താഴ്ത്തിയും രാഷ്ട്രീയ പാർട്ടികൾ ഗാനങ്ങൾ ഇറക്കും. ട്രെൻഡിംഗ് ആയ സിനിമാ പാട്ടുകളുടെ പാരഡി പാട്ടുകൾ ഇത്തവണയും മുന്നണികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുള്ള അനൗൺസ്മെന്റുകളും പാരഡി ഗാനങ്ങളും. പാട്ടുകളുടെ ഈണത്തിൽ രാഷ്ട്രീയം നിറയുമ്പോൾ തെരഞ്ഞെടുപ്പ് പാരഡികളാകും. ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡിംഗ് പാട്ടുകളാണ് പാരഡിക്കായി തെരഞ്ഞെടുക്കുന്നത്. ഈ വർഷത്തെ മലയാളം ട്രെൻഡിംഗ് ഗാനങ്ങളാണ് 3 മുന്നണികൾക്കുമായി പാരഡിയായി തയ്യാറായിട്ടുള്ളത്. കാക്കനാട് സ്വദേശി അബ്ദുൽ ഖാദറാണ് പാരഡി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി അബ്ദുൽ ഖാദർ പാരഡി ഗാനങ്ങൾ ഒരുക്കുന്നു. ഞാൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് എല്ലാ മുന്നണികൾക്കും വേണ്ടി പാട്ടുകൾ ചെയ്യുന്നുണ്ട്. അതാത് സമയത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ചെയ്യൽ. ഈ പ്രാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നമ്മൾ പാട്ട് ചെയ്യാൻ നേരത്ത് ഈ ഗിരീഷ് പുത്തഞ്ചേരിയോ വയലാറോ അല്ലെങ്കിൽ രമേശ് നായരോ ഒക്കെ എഴുതിയ പാട്ടുകൾ നമ്മൾ വികലമാക്കുന്നു എന്നുള്ളൊരു മനസാക്ഷി കുത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ പാട്ടുകളായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒറിജിനൽ പാട്ടിനേക്കാൾ നല്ലത് ചിലപ്പോൾ പാരഡിയായി മാറുന്നു എന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. വിവാദങ്ങളും വികസനങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തവണയും പാട്ടിലെ വരികളായി മാറിയിട്ടുള്ളത്. ജനം, കൊച്ചി.